എടാ മോനെ രംഗൻ ചേട്ടന്റെ എൻട്രി പല ആൾക്കാരും OTT പ്ലാറ്റ്ഫോമിൽ കണ്ടതിന് ശേഷം പല കമന്റ്സുകളും പല മെസ്സേജസുകളും കാണാനായിട്ട് പറ്റിയായിരുന്നു. ബ്രോ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് മിസ്സായി പോയി ബ്രോ എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കണ്ട ഒരു സാധനമാണ്. രംഗൻ ചേട്ടന്റെ ഫാൻസ് ആയിരിക്കും നിങ്ങളൊക്കെ. രംഗൻ ചേട്ടന്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് നമ്മൾ ആവേശ സിനിമയിൽ അംബാൻ ത്രൂ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അംബാൻ പല കഥകളും പറഞ്ഞേക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആരാണ് അംബാൻ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ആവേശ സിനിമയിൽ എവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആവേശ സിനിമയ്ക്കകത്ത് അംബാന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹ്യൂമർ ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇടിക്കൊക്കെ നല്ല പവർ ഉള്ളതായിട്ട് കാണാൻ പറ്റൂലേ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സ് 2 ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ ആ കരാട്ടക്കാരനായിട്ടുള്ള അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഇവർ ടീമായിട്ട് ഫോം ചെയ്തെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു കഥ ഈ സിനിമയ്ക്കകത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് വെച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഈ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിലിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനായിട്ടുണ്ട്. ആവേശ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് രോമാഞ്ച സിനിമയായിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള കണക്ഷൻ എടുത്ത് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് കാണാൻ സാധിച്ചായിരുന്നത്. 4316 ആണ് എൻ്റെ ബുള്ളറ്റ് നമ്പർ. 4316 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ചെമ്പന്റെ കാറിന്റെ നമ്പറാണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബുള്ളറ്റിന്റെ നമ്പറാണെന്ന് ചോദിച്ചായിരുന്നത്, പക്ഷേ കാറിന്റെ നമ്പറാണ് 4316 എന്ന് പറയുന്ന നമ്പർ എന്നുള്ളൊരു കാര്യം ആ ഒരു ഷോട്ടിനകത്ത് പറയുന്നതായിരുന്നു കേൾക്കാനായിട്ട് വരുന്നുണ്ട്. സ്കോർപിയോന്റെ നമ്പർ അതാ. എന്നാൽ ആവേശ സിനിമയിലുള്ള ഫഹദ് ഫാസിൽ യൂസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാറായിട്ടുള്ള കോളീസ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൊയോട്ട കോളീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ എന്താണെന്നുള്ളൊരു കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റും. ഇദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ എന്ന് പറയുന്നതും 4316 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്. ആവേശ സിനിമയിൽ ഫഹദ് ഫാസിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിന്റെ ഒരു കോസ്റ്റ്യൂം ഡിസൈനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇതിന് മുമ്പേ തന്നെ ചട്ടമ്പിനാട് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അലമാര എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രൻ സേട്ടൻ ഇതുപോലെ തന്നെ കോസ്റ്റ്യൂം ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ബാംഗ്ലൂരുള്ള ഡോണുകളെ കാണിക്കാനായിട്ടാണ് അവിടെയുള്ള മിക്ക ഡോണുകൾക്കും വൈറ്റ് ആൻഡ് വൈറ്റ് ആണെന്നുള്ള രീതിക്ക് തന്നെയാണ് പല സിനിമകളും കാണിച്ചു പോയിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വൈറ്റ് ആൻഡ് വൈറ്റിന്റെ ഒപ്പം തന്നെ സ്ഥിരമായിട്ട് ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൈകളിലുള്ള റാഡോ വാച്ചും 4 വരണമുള്ള സ്വർണ്ണ മോതിരവും കഴുത്തിൽ ഒരുപാട് സ്വർണ്ണ മാലയുമാണ്. ശരിക്കും അദ്ദേഹത്തിന് സ്വർണ്ണത്തിനോട് ഒരുപാട് താല്പര്യം ഉണ്ടെന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം ഈ സിനിമയുടെ തുടക്ക ഭാഗത്തിന് ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ഡിസൈൻ തന്നെ വെച്ചിട്ട് തന്നെയാണ് ആവേശം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് പോലും ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് മാത്രമല്ല, രംഗൻ ചേട്ടൻ ധരിച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ മാലകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു മാലയും എഴുതി വെച്ചേക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കന്നഡയിൽ എഴുതിയേക്കുന്ന പേരാണ്. കന്നഡ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു പേരിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റും. രംഗ എന്ന് പറയുന്ന പേരിന്റെ കന്നഡ ഭാഷയിലുള്ള ലെറ്ററുകൾ തന്നെയാണ് ആ ഒരു സ്വർണ്ണമാലയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. ഈ സിനിമ കണ്ടേക്കുന്ന സമയത്ത് പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഈ സിനിമയ്ക്കകത്തുള്ള അവസാനം വരുന്ന സമയത്ത് ഈ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഹിന്ദിക്കാരുടെ റോൾ നമ്മൾ കണ്ടേക്കുന്നതാണ്. രംഗൻ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന മെയിൻ ടീമുകളിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് ആ 2 ഹിന്ദിക്കാരെന്ന് പറയുന്നത്. പക്ഷേ സിനിമ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഈ 2 ക്യാരക്ടേഴ്സിനെ, ഈ 2 ഹിന്ദിക്കാരെ കൊല്ലാനായിട്ട് നിൽക്കുന്ന രംഗൻ ചേട്ടൻ്റെ ഒരു സീൻ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവരെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാത്റൂമിൽ വെച്ചിട്ട് ഇവരെ കഴുത്തറുത്ത് കൊല്ലാനായിട്ട് രംഗൻ ചേട്ടൻ പറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടേക്കുന്ന തന്നെയാണ്. പക്ഷേ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് നമുക്ക് ഈ 2 ഹിന്ദിക്കാരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഹിന്ദിക്കാരെ കൊല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്ന രംഗൻ ചേട്ടൻ ഇത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഹിന്ദിക്കാർ മരിച്ചിട്ടില്ല എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കഥയും ബിബി മോൻ്റെ കഥയും എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം തന്നെയാണെന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. യഥാർത്ഥത്തിൽ ബിബി എന്ന് പറയുന്ന ക്യാരക്ടറും രംഗൻ ചേട്ടനും തമ്മിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ 2 പേരും ചേട്ടനനിയും പോലെ അത്രയും സിങ്ക് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇദ്ദേഹം സ്വയം ചതിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം തോന്നുന്ന സമയത്ത് ഇദ്ദേഹം അവരെ കൊല്ലാൻ നിൽക്കുന്ന സീൻ തന്നെയാണ് സിനിമയുടെ അവസാന ഭാഗത്ത് സംഭവിക്കുന്നത്. പക്ഷേ സിനിമയുടെ അവസാന ഭാഗത്ത് ഫഹദ് ഫാസിലിനോട് സോറി പറയുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൊല്ലാതെ അനുഗ്രഹിച്ചു വിടുന്ന നന്നായി വരും എന്ന് പറയുന്ന സീൻ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഫണ്ണാണെന്നുണ്ടെങ്കിൽ പോലും ആരും ശ്രദ്ധിക്കാതെ പോയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിനോട് സോറി പറഞ്ഞേക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും അദ്ദേഹം വെറുതെ വിട്ടിട്ടുണ്ട്. അതായത് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ആരെങ്കിലും ചതിച്ചാൽ പോലും സോറി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ എല്ലാം വെറുതെ വിട്ടിട്ടെന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ബിബി മോനെയും ഫ്രണ്ട്സിനെയും, അതായത് ഈ 3 ടീമിനെയും അദ്ദേഹം സോറി പറഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ വിട്ടേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ 2 ഹിന്ദിക്കാരും അവിടെ സോറി പറയുന്ന രംഗനൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയുടെ അവസാന ഭാഗത്തെത്തുന്ന സമയത്ത് അവരാരും മരിച്ചിട്ടില്ല, രംഗൻ അവരൊന്നും കൊന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് കാണാൻ സാധിച്ചായിരുന്നു. ഇവിടെ കാണിക്കുന്ന ഒരു സീനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാന്തന്റെ ക്യാരക്ടറിന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിന്റെ രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ കോടാലി ഇങ്ങനെ എറിയുന്ന ഒരു സീനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടറിന് ഉന്നം തെറ്റിയതാണോ എന്നൊരു കാര്യം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ വന്നേക്കുന്ന ഒരു ഷോട്ടിനകത്ത് നമ്മളൊരു സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിബി ഒരാളുടെ മേത്ത് ഇങ്ങനെ തട്ടുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു ചെറിയൊരു വാക്കേറ്റം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഫഹദ് ഫാസിൽ ഒരു കുപ്പി ഇങ്ങനെ എറിയുന്നതായിരുന്നു കാണാനായിട്ട് സാധിക്കും. കുറച്ച് ദൂരെ നിന്ന് ഫഹദ് ഫാസിൽ ഒരു കുപ്പി എറിയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കുപ്പി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വില്ലന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് വളരെ ഫോക്കസ് ഉള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഫഹദ് ഫാസിലിന്റെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഫോക്കസ് ഉള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് കോടാലി കൃത്യമായിട്ട് എറിയാനായിട്ട് പറ്റാതിരുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സീനകത്തുള്ള ഒരു പ്രത്യേകത തന്നെയാണ് എൻ്റെ കാരണം എന്ന് പറയുന്നത്. ശരിക്കും ശാന്തന്റെ ക്യാരക്ടർ എഴുന്നേറ്റുന്ന സമയത്ത് ഇദ്ദേഹം കോടാലി എറിയുന്നുണ്ടെങ്കിലും ആ എറിയുന്ന സമയത്ത് തന്നെയാണ് ശാന്തന്റെ ക്യാരക്ടർ സോറി പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സോറി പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇദ്ദേഹം വെറുതെ വിട്ടിട്ടുണ്ട്, അദ്ദേഹം കൊല്ലാതെ വിട്ടിട്ടുണ്ട്. ശാന്തന്റെ ക്യാരക്ടർ സോറി പറയുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഇദ്ദേഹം എറിഞ്ഞത്. പക്ഷേ ആ എറിഞ്ഞേക്കുന്ന സമയത്ത് തന്നെ കൊള്ളാത്ത തരത്തിൽ ഉന്നം മാറ്റിയാണ് ഇവിടെ രംഗന്റെ കഥാപാത്രം ആ ഒരു കോടാലി എറിഞ്ഞ് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറിന്റെ റെഫറൻസ് കൂടി നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ശാന്തന്റെ ക്യാരക്ടറിന്റെ റെഫറൻസ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആവേശ സിനിമയിലുള്ള ശാന്തന്റെ ക്യാരക്ടറും രോമാഞ്ച സിനിമയിലുള്ള അർജുൻ അശോകന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. രോമാഞ്ച സിനിമ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അർജുൻ അശോകന്റെ കണ്ണുകൊണ്ടുള്ള ഒരു മാനറിസം നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതേ തന്നെ മാനറിസം തന്നെയാണ് നമ്മൾ ആവേശ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശാന്തന്റെ ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് കാണാൻ വരുന്നത്. ശരിക്കും രംഗന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അമ്മയോട് ഒരുപാട് സ്നേഹമുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ സിനിമയുടെ തുടക്കപാത്രം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ. എത്ര വലിയ പരിപാടികൾ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ബിബിയുടെ അമ്മ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു സ്നേഹവും ബഹുമാനം കാണിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ വയലൻസ് മാറ്റി വെച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു വാക്കിനാലാണ്. നമ്മൾ ഈ സിനിമയിൽ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പാസ്റ്റിന്റെ കഥ പറയുന്ന സമയത്ത് അദ്ദേഹം വളരെ വയലന്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വയം ആൾക്കാർ ഇടിക്കാത്ത ഏതൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് അമ്പാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു വാക്കിനാലാണ് രംഗ ഇപ്പം ആരെയും ഇടിക്കാത്ത എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ തുടക്ക ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്ന സമയത്ത് കുട്ടിയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സീൻ നമുക്ക് കാണാനായിട്ട് പറ്റിയതും കുട്ടിയെ പോലും അദ്ദേഹം അടിക്കാതെ നിന്നതും ശരിക്കും അമ്മയോട് എത്രമാത്രം ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ക്യാരക്ടർ ആർക്ക് ഫോം ചെയ്തേക്കുന്ന സമയത്ത് മാസ് പ്ലസ് ഹ്യൂമറാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് പോലും ശരിക്കും സ്നേഹം കിട്ടാത്ത ഒരാളുടെ ഒരു ജീവിതമാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട്. കാരണം സ്നേഹം കിട്ടിയേക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ നല്ലവനായിട്ട് മാറാനായിട്ട് ശ്രമിച്ചേക്കുന്ന പല രംഗങ്ങളും ഈ സിനിമയുടെ പാസ്റ്റിനകത്തും ഇദ്ദേഹത്തിന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവരെല്ലാവരും ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഫഹദ് ഫാസിലെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചതിക്കുന്ന സമയത്താണ് ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇദ്ദേഹം കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് സ്നേഹം കിട്ടാത്ത സമയത്താണ് ഇദ്ദേഹം വയലന്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഫാഫയുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റോറിനെ പറ്റിയോ പ്രത്യേകിച്ച് ഈ സ്റ്റോറി പറയുന്ന അംബാന്റെ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ടീമിലുള്ള ആ ഒരു ഹിന്ദിക്കാരുടെ ആണെങ്കിലും ആ ഒരു കരാട്ടക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഥയൊന്നും നമ്മൾ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഒന്നും നമ്മൾ ഈ ഒരു കഥയ്ക്കകത്ത് കേട്ടിട്ടില്ല. ശരിക്കും ആവേശത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് സിനിമ കാണുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സിനിമയുടെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബിബി ആണെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സായോ എന്നുള്ളൊരു കാര്യം ഇതുവരെയും ഈ സിനിമയ്ക്ക് അത് എടുത്ത് കാണിച്ചിട്ടില്ല. കാരണം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിബി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ എക്സാം ഫെയിൽ ആയിരിക്കുന്നതായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ എക്സാം പാസ്സാവുന്ന സമയത്തുള്ള അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒപ്പം തന്നെ ഫാഫയുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന ചേഞ്ചുകളും ഫാഫയുടെ മാനറിസംസ് മാത്രമല്ല ഫാഫയുടെ കോസ്റ്റ്യൂംസ് മൊത്തം മാറിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്യുവർ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്ന ക്യാരക്ടറിൽ നിന്നും പ്യുവർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ആവേശത്തിന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേ സിനിമ OTT വന്നിട്ടുണ്ട്. സിനിമ കണ്ടേക്കുന്ന സമയത്ത് ഞാൻ 2-3 വട്ടം കണ്ടേക്കുന്ന സമയത്തും ഇതിന്റെ റിപ്പീറ്റ് വാല്യൂ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിന്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. സിനിമ ഒരിക്കലും മടുപ്പിക്കുന്നില്ല. സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു കോളേജിൽ നടക്കുന്ന ഒരു കഥ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് അതായത് റിവഞ്ച് തീർക്കാനായിട്ട് ഈ കുട്ടികൾ ചെന്ന് സമീപിക്കുന്ന ഒരു ഗുണ്ട എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തന്നെ സുഷിൻ ഷാമിന്റെ BG ആണെന്നുണ്ടെങ്കിലും സോങ്സ് ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആ പാസ്റ്റ് കാണിക്കുന്ന സമയത്തുള്ളൊരു BG ഉണ്ട്. അതെന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സമയത്താണ് എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൂടി വരുന്നത്. ആവേശ സോങ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സോങ്ങുകളും ഗംഭീരം തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് തന്നെയാണ്. എല്ലാ കാസ്റ്റിങ്ങും ഇൻക്ലൂഡിങ് ഈ സിനിമയിൽ വന്നേക്കുന്ന ആ ഒരു ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അടക്കം ആ അമ്മയുടെ ക്യാരക്ടർ അടക്കം എല്ലാം ഗംഭീരം തന്നെയെന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ട് വാക്കുകളില്ല. കാരണം
ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഫഹദിനെ പോലെ അഭിനയിക്കാനായിട്ട് പറ്റുന്ന ഒരു യൂത്ത് ആക്ടർ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സംശയമാണ്. അത് മലയാളത്തിൽ നിന്നല്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ്, റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ടൈറ്റിലിനോട് കൃത്യമായിട്ട് നീതി പുലർത്തിയേക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആവേശം എന്ന് പറയുന്നത്. എത്ര പേരാണ് ആവേശത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? എത്ര പേര് ആവേശം കണ്ടു? OTT-ലെങ്കിലും വന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം പല ആൾക്കാർ തിയേറ്ററിൽ മിസ്സാക്കിയതിന് ശേഷം ബ്രോ തിയേറ്ററിൽ ഈ സിനിമ ഞാൻ മിസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ മറ്റും കാണാൻ പറ്റിയായിരുന്നു. സോ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ആവാനായിട്ട് പോവാണ്. മെയ് 12-ാം തീയതി സൺഡേ ആണ്. നാളെ വൈകിട്ട് 7 മണിക്കാണ്. ദുബായ് ടൈമാണ് 7 മണി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് 9 മണിയോട് കൂടിയായിരിക്കും ഈ സിനിമയുടെ ട്രെയിലർ വരാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വളരെ മാസീവായിട്ടുള്ള ട്രെയിലർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എത്ര പേരാണ് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്താണെന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റ് എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾ സ്പേസസ് സൈനിങ് ഔട്ട്. ബൈ.